ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ഗോപകുമാർ. 2 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ശ്രീലങ്കയിലെത്തിയ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് കൊളംബോയിൽ ശ്രീലങ്കൻ പ്രസിഡന്റ് അനുരകുമാര ദിസനായകയുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യൻ ഹൌസിംഗ് പ്രോജക്ട്, ഡിത്വ ചുഴലിക്കാറ്റ് ബാധിച്ച പ്രദേശങ്ങൾക്കായി അനുവദിച്ച $450 മില്യൺ പാക്കേജിന് കീഴിലുള്ള പദ്ധതികൾ എന്നിവ ചർച്ചകളിൽ പ്രധാന വിഷയമായി. ശ്രീലങ്കൻ പ്രധാനമന്ത്രി ഹരിനി അമരസൂരിയുമായും മറ്റ് പ്രമുഖ നേതാക്കളുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ഇന്ന് വൈകുന്നേരം ശ്രീലങ്കയിലെ ഇന്ത്യൻ സമൂഹവുമായും ഉപരാഷ്ട്രപതി സംവദിക്കും. ഭരണപരമായ വീഴ്ചകൾ മൂലമോ അടിസ്ഥാന സൌകര്യങ്ങളുടെ കുറവ് മൂലമോ അതിവേഗ പാതകൾ അപകട ഇടനാഴികളായി മാറരുതെന്ന് സുപ്രീംകോടതി. രാജ്യവ്യാപകമായി നടപ്പിലാക്കേണ്ട റോഡ് സുരക്ഷാ മാർഗ്ഗനിർദ്ദേശങ്ങൾ സുപ്രീംകോടതി പുറപ്പെടുവിച്ചു. ഇന്ത്യയിലെ ആകെ റോഡ് ശൃംഖലയുടെ 2% മാത്രമുള്ള ദേശീയപാതകളിൽ 30% മരണങ്ങൾ നടക്കുന്നുണ്ടെന്ന് ജസ്റ്റിസുമാരായ JK മഹേശ്വരി, AS ചന്ദോർക്കർ എന്നിവരടങ്ങിയ ബെഞ്ച് ചൂണ്ടിക്കാട്ടി. പാർലമെന്റിലും സംസ്ഥാന നിയമസഭകളിലും വനിതാ സംവരണം ഉറപ്പാക്കുന്ന നിയമ ഭേദഗതിക്ക് ആവശ്യമായ 66% വോട്ടുകൾ നേടാൻ കഴിഞ്ഞില്ലെങ്കിലും രാജ്യത്തെ 100% സ്ത്രീകളുടെയും പിന്തുണ കേന്ദ്ര സർക്കാരിനൊപ്പമുണ്ടെന്ന് പ്രധാനമന്ത്രി. രാഷ്ട്ര താൽപര്യമാണ് NDA സർക്കാരിന്റെ പ്രഥമ പരിഗണനയെന്നും നാരീശക്തി വന്ദൻ ഭേദഗതി കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യയും ജർമ്മനിയും തമ്മിലുള്ള പ്രതിരോധ ബന്ധം കൂടുതൽ ശക്തമാക്കുന്നതിനായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഈ മാസം 21 മുതൽ 3 ദിവസത്തെ ഔദ്യോഗിക ജർമ്മൻ സന്ദർശനം നടത്തും. സന്ദർശനവേളയിൽ ജർമ്മൻ പ്രതിരോധ മന്ത്രി ബോറിസ് പിസ്റ്റോറിയസുമായി അദ്ദേഹം ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. പ്രതിരോധ വ്യവസായ സഹകരണം, സംയുക്ത സൈനികാഭ്യാസങ്ങൾ എന്നിവയ്ക്കൊപ്പം സൈബർ സുരക്ഷ, നിർമ്മിത ബുദ്ധി, ഡ്രോൺ സാങ്കേതികവിദ്യ തുടങ്ങിയ നൂതന മേഖലകളിലെ സഹകരണവും ചർച്ചകളിൽ പ്രധാന വിഷയമാകും. ജർമ്മനിയിലെ പ്രമുഖ പ്രതിരോധ വ്യവസായ പ്രതിനിധികളുമായും മന്ത്രി കൂടിക്കാഴ്ച നടത്തും. ലോക മാനവികത എന്ന മഹത്തായ ആശയം സ്വജീവിതത്തിലൂടെ സമൂഹത്തിന് പകർന്ന മഹാത്മാവായിരുന്നു വിദ്യാധിരാജ ചട്ടമ്പിസ്വാമികളെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. ചട്ടമ്പിസ്വാമികളുടെ 102ാം മഹാസമാധി വാർഷിക ദിനത്തിൽ സമാധി സ്ഥാനമായ ചവറ പന്മന ആശ്രമത്തിൽ മഹാഗുരു സമാധി സ്മൃതി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഗവർണർ. സേവന പ്രവർത്തനങ്ങളും ധർമ്മ പാലനവും പ്രധാനമാണെന്നും ഗവർണർ പറഞ്ഞു. കാലാവസ്ഥ, വായു മലിനീകരണം എന്നിവ പഠിക്കുന്നതിനായി ISRO രൂപകൽപ്പന ചെയ്ത G20 ഉപഗ്രഹം 2027 വിക്ഷേപിക്കുമെന്ന് ചെയർമാൻ V. നാരായണൻ പറഞ്ഞു. ഒരൊറ്റ റോക്കറ്റ് ഉപയോഗിച്ച് 100-ലധികം ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കുന്നതിൽ വിജയിച്ച ആദ്യ രാജ്യമാണ് ഇന്ത്യയെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക വനിതാ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2ാം മത്സരം ഇന്ന് ഡർബനിലെ കിങ്സ് മീഡ് സ്റ്റേഡിയത്തിൽ നടക്കും. ഇന്ത്യൻ സമയം വൈകുന്നേരം 5:30-നാണ് മത്സരം. 5 മത്സരങ്ങളുള്ള പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യൻ സംഘം 6 വിക്കറ്റിന് പരാജയപ്പെട്ടിരുന്നു. IPL ക്രിക്കറ്റിൽ ഇന്ന് ആദ്യ മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. രാത്രി 7:30-ന് ചണ്ഡിഗഡിൽ നടക്കുന്ന മത്സരത്തിൽ പഞ്ചാബ് കിങ്സ് ലക്നൌ സൂപ്പർ ജയന്റ്സിനെ നേരിടും. ISL ഫുട്ബോളിൽ ഇന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് മോഹൻ ബഗാനെ നേരിടും. രാത്രി 7:30-നാണ് മത്സരം. ഇന്നലെ കൊച്ചിയിൽ നടന്ന മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എതിരില്ലാത്ത 2 ഗോളുകൾക്ക് ജംഷഡ്പൂർ FCയെ പരാജയപ്പെടുത്തി. വാൽപ്പാറയിൽ അപകടത്തിൽ മരിച്ച മലപ്പുറം പാങ്ങ് പള്ളിപ്പറമ്പ് GLP സ്കൂളിലെ അധ്യാപകർ ഉൾപ്പെടെയുള്ളവരുടെ കുടുംബങ്ങൾക്ക് നിയമപ്രകാരമുള്ള എല്ലാ സഹായവും ഉറപ്പാക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി. ശിവൻകുട്ടി. GUPS പാങ്ങിലെ പ്രധാന അധ്യാപകൻ അഹമ്മദ് കുട്ടിക്ക് LP സ്കൂളിന്റെ താൽക്കാലിക ചുമതല നൽകുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സ്കൂളിൽ ഉടൻ താൽക്കാലികമായി അധ്യാപകരെ നിയമിക്കുന്നതിനും കുട്ടികൾക്ക് കൌൺസിലിംഗ് നൽകുന്നതിനും നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് ഇന്നും ഉയർന്ന താപനിലയ്ക്ക് സാധ്യതയെന്ന് മുന്നറിയിപ്പ്. ഇടുക്കി, വയനാട് ഒഴികെയുള്ള ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. പാലക്കാട് ജില്ലയിൽ 40 ഡിഗ്രി സെൽഷ്യസ് വരെയും, കൊല്ലം ജില്ലയിൽ 39 ഡിഗ്രി സെൽഷ്യസ് വരെയും, കോട്ടയം ജില്ലയിൽ 38 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഉയർന്ന അൾട്രാവയലറ്റ് സൂചിക രേഖപ്പെടുത്തുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. വേനൽ കടുക്കുന്നതിനിടെ സംസ്ഥാനത്ത് വൈദ്യുതി ഉപഭോഗത്തിൽ വൻ വർധന. പ്രതിദിന വൈദ്യുതി ഉപഭോഗത്തിലും പീക്ക് ടൈം ഡിമാൻഡിലുമാണ് സംസ്ഥാനം റെക്കോർഡിട്ടത്. വൈകുന്നേരം 6 മണി മുതൽ രാത്രി 11 വരെ അനാവശ്യമായ ലൈറ്റുകളും ഹൈ വോൾട്ടേജ് ഉപകരണങ്ങളും ഒഴിവാക്കി വൈദ്യുതി ഉപയോഗം കുറയ്ക്കാൻ ജനങ്ങളുടെ സഹകരണം ആവശ്യമാണെന്ന് മന്ത്രി K. കൃഷ്ണൻകുട്ടി അറിയിച്ചു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30-ന്.